മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ കാണാനെത്തിയ മനുവിനെ സ്റ്റാൻലിയാണ് ടൗണിൽ കൊണ്ടുവിടുന്നത്. കുളത്തൂപ്പുഴ ടൗണിലെത്തിയപ്പോൾ മനുശങ്കർ പറഞ്ഞു, ഇവിടെ നിർത്തിയാൽ മതി, എനിക്കിവിടുന്ന് ബസ് കിട്ടും. പക്ഷേ സ്റ്റാൻലി കാർ നിർത്താൻ കൂട്ടാക്കിയില്ല. ടൗൺഷിപ്പ് പിന്നിട്ടതോടെ കാർ വേഗതയെടുത്തു. മനു സംശയത്തോടെ സ്റ്റാൻലിയെ നോക്കി. അയാളുടെ മുഖം മുറുകിയിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നുമില്ല. സ്പീഡോമീറ്ററിലെ സൂചി കുതിച്ചു കയറുന്നു. കാർ നിലം തൊടാതെ പറക്കുകയാണെന്ന് തോന്നി. വളവുകളിൽ കാർ വെട്ടിത്തിരിയുന്നു. ഒരു പാലം കടന്ന് വളവെടുത്ത ഉടൻ സ്റ്റാൻലി സഡൻ ബ്രേക്ക് ഇട്ടു. മനുവിന്റെ തല ഡാഷ് ബോർഡിൽ ചെന്നിരിക്കേണ്ടതായിരുന്നു. മനു മുഖം തിരിച്ച് സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി കാർ ഓഫ് ചെയ്തു. ഇറങ്ങി വാ. മനു ചുറ്റും നോക്കി. വിജനമായ സ്ഥലം. റോഡിന് മുകളിലും താഴെയും റബ്ബർ തോട്ടം. ഒരു വീട് പോലും എവിടെയും കാണാനില്ല. സ്റ്റാൻലി ഡോർ തുറന്ന് ഇറങ്ങി. ആശങ്കയോടെ മനുവും ഇറങ്ങി. സ്റ്റാൻലി കാറിന്റെ മുൻപിൽ ചെന്ന് നിന്നു. മനു കാറിന്റെ ബോണറ്റിനിപ്പുറത്ത് നിലയുറപ്പിച്ചു. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് മനുവിനെ നോക്കി. മുൻപോട്ട് വരാൻ ആംഗ്യം കാട്ടി. മനു കാറിന്റെ മുൻപിലേക്ക് ചെന്നു. ബാംഗ്ലൂരിലാണ് ജോലി അല്ലേ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഓർത്തിരിക്കാറില്ല ഞാൻ. മറക്കേണ്ടവ മറക്കും. സാമാന്യം നല്ല ജോലിയാണ് അല്ലേ? അതെ. ശമ്പളം എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് എത്രയായാലും എന്നെ അത് ബാധിക്കുന്നില്ല. എന്നാൽ മിസ്റ്റർ മനുശങ്കറിന് ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളം ഉണ്ടാവും ഇല്ലേ? ഉണ്ട്. വേണ്ടി വന്നാൽ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാനും സാധിക്കും. IT കമ്പനിയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് മലയാളികളും തമിഴ്ത്തികളും ഒക്കെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ഒരുപാട് പേരുണ്ട്, മനു പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ ആരെങ്കിലും നോക്കുന്നതായിരുന്നില്ലേ ബുദ്ധി? അലീനയുടെ പപ്പ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് മനുവിന് മനസ്സിലായി. ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല അങ്കിളെ. അതൊക്കെ മുൻപേ തന്നെ നോക്കണ്ടേ? ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ പ്രൊഫഷണൽ, ഒരേ കാഴ്ചപ്പാട്, ഒരേ തട്ടകം, ഇതൊക്കെയല്ലേ പ്രധാനമായും നോക്കേണ്ടത്? അങ്കിളെ, അതിനൊക്കെ അപ്പുറത്ത് മനസ്സ് എന്നൊരു സംഗതി കൂടി ഉണ്ടല്ലോ. മനസ്സ് അതൊരു മണ്ണാങ്കട്ടയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു കരിയിലയും. മഴ വരുമ്പോൾ കരിയില മുകളിൽ കയറിയിരുന്ന് മണ്ണാങ്കട്ടയെ നനക്കാതെ രക്ഷിക്കും. കാറ്റ് വരുമ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിലിരുന്ന് കരിയിലയെ രക്ഷിക്കും. പക്ഷേ കാറ്റും മഴയും കൂടി ഒരുമിച്ച് വന്നാലോ? കരിയില പറന്നു പോകും. മണ്ണാങ്കട്ട? ഉത്തരത്തിനെ സ്റ്റാൻലി മനുശങ്കരെ നോക്കി. മനു ഒന്നും മിണ്ടിയില്ല. സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു പഴയ മുത്തശ്ശിക്കഥയാ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന് എന്തുകൊണ്ട് ചേരുന്ന ജോഡി ഒരു IT പെൺകിടാവ് തന്നെയാണ്. ഇക്കാലത്ത് ജാതിമത ഭേദങ്ങളൊന്നുമില്ലല്ലോ. മലയാളി മറാത്തി പെണ്ണിനെ കെട്ടുന്നു, പഞ്ചാബിയെ കെട്ടുന്നു, ഗുജറാത്തിയെ കെട്ടുന്നു. അത് ശരിയാ, ജാതിമത ഭേദം ഒട്ടുമില്ല. മനു അത് ഊന്നി പറഞ്ഞു. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അലീനയുടെ ഒരു ജീവിത രീതി അറിയാമല്ലോ മനുവിന്. സ്വാർത്ഥതയും അതിമോഹവും തീരെയില്ല. പൈസ ഉണ്ടാക്കണമെന്നേ ഇല്ല, സൂക്ഷിച്ചു വെക്കണമെന്നില്ല, സുഖസുഭിക്ഷമായി ജീവിക്കണമെന്നില്ല. പണം ചോരുന്ന കൈകളാണ് അവളുടേത്. ഞാനീ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം നല്ല സ്വഭാവം, അനുകമ്പ, കരുണ, ദാനശീലം, എല്ലാവർക്കും നന്മ വരണമെന്ന ആഗ്രഹം, സഹായ സന്നദ്ധത എല്ലാം നല്ലതാണ്. പക്ഷേ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു കൊണ്ടുവരുന്ന പൈസ എടുത്ത് അവൾ ധർമ്മക്കാർക്ക് കൊടുത്താൽ നിനക്ക് ദേഷ്യം വരില്ലേ? കുഴയ്ക്കുന്ന ചോദ്യമാണ്, സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ, സ്റ്റാൻലി പറഞ്ഞു. മനു തലയാട്ടിക്കൊണ്ട് ഇനിയും കേൾക്കട്ടെ എന്ന മട്ടിൽ നിന്നു. ആർക്കായാലും ദേഷ്യം വരും. നിനക്കൊരു പദ്ധതി കാണും. വീടുണ്ടാക്കണം, അതിനുള്ളിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വേണം, കുറച്ചു പൈസ LICയിൽ ഇടണം, ഒരു ചിട്ടി വേണം, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ചെറിയ നിക്ഷേപം വേണം, കുട്ടികളുണ്ടാകുമ്പോൾ അവരെ നല്ല കോച്ചിങ് കിട്ടുന്ന സ്കൂളിൽ പഠിപ്പിക്കണം. ഇതൊക്കെ ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ന്യായമായ ആഗ്രഹങ്ങളാണ്. ഇത്രയെങ്കിലും ആഗ്രഹിക്കാത്തവൻ അലസനും മടിയനുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി മനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മനു അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തന്നെ ഒരു കുരുക്കിലേക്ക് പിടിച്ചിടുകയല്ല, മറിച്ച് താൻ നിൽക്കുന്നതിന് ചുറ്റും വലകെട്ടി കുരുക്കുണ്ടാക്കുകയാണ്. ബുദ്ധിമാൻ തന്നെ, മനു മനസ്സിൽ ചിന്തിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? സ്റ്റാൻലി ചോദിച്ചു. അലീനയുടെ പപ്പ പറഞ്ഞത് വളരെ ശരിയാണ്, അവൻ സമ്മതിച്ചു കൊടുത്തു. ചിന്തിച്ചിട്ടേ മറുപടി പറയാവൂ. നീ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് അവൾ 50 അനാഥ കുട്ടികൾക്ക് ഡ്രസ്സും പുസ്തകവും കുടയും ചോറ്റുപാത്രവും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവൾ നിന്റെ ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്യും. നീ മ്യൂച്വൽ ഫണ്ടിലേക്ക് കരുതുന്ന പൈസ എടുത്ത് അവൾ 10 അനാഥ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. നീ കാർ വാങ്ങാൻ വച്ച പൈസ കൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണം നടത്താൻ അവൾ നിന്നെ നിർബന്ധിക്കും.
നീ ചിട്ടി പിടിച്ച് പൈസ കയ്യിൽ കിട്ടുമ്പോൾ അവൾ അങ്കിൾ മനു ഇടയ്ക്ക് കയറി. അപ്പോൾ അലീനയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അലസനും മടിയനും വകയ്ക്ക് കൊള്ളാത്തവനുമായ ഒരുത്തന് തന്നെയാണോ? ഒരു നിമിഷം അന്തം വിട്ടു നിന്നിട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. ഉഗ്രൻ ചോദ്യം. അയാൾ അവനെ അഭിനന്ദിച്ചു. ഗുഡ്, വെരി ഗുഡ്, ഇന്റലിജന്റ്. സ്റ്റാൻലി കെട്ടുപോയ സിഗരറ്റ് വീണ്ടും കത്തിച്ച് 2 തവണ പുക വലിച്ചെടുത്ത് റബ്ബർ തോട്ടത്തിന് നേർക്ക് ഊതിപ്പറത്തി. കൊള്ളാം, നിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അവളെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരുത്തിന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അവൾ അനാഥരെ സഹായിക്കുന്നതിൽ ഒട്ടും എതിർപ്പില്ലാത്ത ഒരാൾ. അയാൾ ധനവാനായിരിക്കണം. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാറും വീട്ടുപകരണങ്ങളും ബാങ്ക് ഡെപ്പോസിറ്റും ഉണ്ടായിരിക്കും. അലീന പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും അയാളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തും. അപ്പോൾ മനു പറഞ്ഞു, ടാറ്റായുടെയും ബിർളയുടെയും അംബാനിയുടെയും മക്കളെയൊന്നും ഏതായാലും കിട്ടത്തില്ലല്ലോ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അലീന അങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അലീന അവളുടെ ജീവിത നിലവാരം അനുസരിച്ച് സഹായിച്ചെന്നിരിക്കും. അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 5000 രൂപയുടെ സഹായം ചെയ്യുന്നവർ അംബാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപയുടെ സഹായം ചെയ്തെന്നിരിക്കും. എത്ര ധനവാനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നവനോട് മുൻകൂട്ടി പറയണം. എൻ്റെ മോൾക്കൊരു സ്വഭാവമുണ്ട്. അവൾ കണ്ണിൽ കണ്ടതെല്ലാം പിറക്കി പാവങ്ങൾക്ക് കൊടുക്കും. അതിനെതിരെ ആരും ഒരക്ഷരം മിണ്ടിയേക്കരുത്. മനുവിൻ്റെ സംസാരം കേട്ട് സ്റ്റാൻലിയുടെ കണ്ണുകൾ ചുരുങ്ങി ചെറുതായി. തോക്കിൻ കുഴലിലൂടെ എന്ന വണ്ണം അയാൾ മനുവിനെ നോക്കി. അവൾക്കാരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പണം ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റായി അവളുടെ പേരിൽ ബാങ്കിലിടും. അതിൻ്റെ പലിശ മതിയാകും. അവൾക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ അങ്കിൾ. പക്ഷേ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും അങ്കിളിന് ഇത് തന്നെ ചെയ്യാമല്ലോ. എന്താ തടസ്സം? മനു ചോദിച്ചു. ആ ചോദ്യം സ്റ്റാൻലിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ അന്തസ്സിനും പണത്തിനും പ്രതാപത്തിനും ഇണങ്ങുന്ന ഒരുത്തിന് മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കൂ. അങ്കിളെ, അലീന സ്റ്റാൻലി ജോസഫിന്റെ കൂടെ താമസിക്കുന്നത് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലിന്റെ അന്തസ്സും പ്രതാപവും കണ്ടിട്ടാണോ? അല്ല. പണം കിട്ടുമല്ലോ എന്നുള്ള അതിമോഹം കൊണ്ടുമല്ല. അവളുടെ പപ്പയോട് അവൾക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ. പണം കൊണ്ടും പദവി കൊണ്ടും അളന്ന് അങ്കിൾ അതിന്റെ വില താഴ്ത്തിക്കളയരുത്. സ്റ്റാൻലിക്ക് മനുവിന്റെ മുൻപിൽ ഉത്തരം മുട്ടി. ഓക്കെ മാൻ, ഞാൻ നിന്നോട് വാദിക്കാനില്ല. ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മയിൽ വച്ചേക്ക്. നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് തരില്ല. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാ. ജാതിയും മതവുമൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഹിന്ദു യുവതിയെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാ ഞാൻ. പക്ഷേ ആ കുടുംബത്തിലേക്ക്, ചതിയന്മാരും വഞ്ചകരുമുള്ള കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ അയക്കില്ല. പ്രത്യേകിച്ചും അവളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവനോടിരിക്കുമ്പോൾ സമ്മതിക്കില്ല. സ്റ്റാൻലി അടിവരിയിട്ട് പറഞ്ഞു. അങ്കിളെ, സഹോദരൻ്റെ സ്ഥാനമെന്നൊക്കെ പറയുന്നത് ഓരോ വിശ്വാസമല്ലേ. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അലീനയെ വിവാഹം കഴിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല, അത് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരാചാരം കൂടിയാണ്. മതി, നമുക്കിവിടെ നിർത്താം. സ്റ്റാൻലിയുടെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു. ഇനി മേലിൽ നീ അലീനയെ കാണാനെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരരുത്. എനിക്കിഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ പെരുമാറുന്നത് ഈ രീതിയിലായിരിക്കില്ല. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ഭീഷണിയുണ്ടായിരുന്നു. പിന്നീട് വിരലുകൾക്കിടയിലിരുന്ന് പുകയുന്ന സിഗരറ്റ് എടുത്ത് റബ്ബർ തോട്ടത്തിലേക്ക് എറിഞ്ഞ് തിരിച്ചു നടന്ന് കാറിനരികെ വന്ന് ഡോർ തുറന്നു. വാ, വന്ന് കയറ്, മനുശങ്കറിനോട് സ്റ്റാൻലി ആജ്ഞാപിച്ചു. നോ താങ്ക്സ്. മനു കാറിൽ കയറാൻ വിസമ്മതിച്ചു. ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പൊന്നുമില്ല. ഞാൻ ടൗണിൽ തിരിച്ചു കൊണ്ടുവിടാം. അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം, സ്റ്റാൻലി പറഞ്ഞു. വേണ്ട അങ്കിൾ, ഇനി അങ്കിളിൻ്റെ ഔദാര്യം സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളാം. അത് വേണ്ട. സ്റ്റാൻലി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് കാടിനടുത്ത് ഇറക്കി വിട്ടെന്ന് പറയാൻ വേണ്ടിയാണോ? ഏയ് ഇല്ല അങ്കിൾ, ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയില്ല. അങ്കിൾ തിരിച്ചു പോയിക്കോ. സ്റ്റാൻലി അല്പം സംശയിച്ചു നിന്നു. പിന്നെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇട്ട് തന്നെ തിരിച്ചു. മനു കൈ ഉയർത്തിക്കാട്ടി. സ്റ്റാൻലി കാർ തിരിച്ച് കുളത്തൂപ്പുഴയ്ക്ക് പോന്നു. അവൻ ഇപ്പോൾ തന്നെ മൊബൈൽ വിളിച്ച് അലീനയെ വിവരം അറിയിക്കുമെന്ന് സ്റ്റാൻലി കണക്കുകൂട്ടി. അയാൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അലീന സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മനുവിനെ യാത്രയാക്കാൻ വന്നു നിന്നതാണ്. അവിടെ നിന്ന് ഇനിയും മാറിയിട്ടില്ല. സ്റ്റാൻലി പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങിച്ചെന്നു. അയാൾ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. പപ്പ എന്താ ഇത്രയും താമസിച്ചത്? താമസിച്ചോ? ഇല്ലല്ലോ. മനുവേട്ടിന് ബസ് കിട്ടിയോ പപ്പ? അറിയില്ല. പപ്പ നോക്കിയില്ലേ?
സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞില്ലേ, അറിയാഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? ഞാൻ അവനെ ടൗണിലല്ല ഇറക്കി വിട്ടത്. പിന്നെ കുറെ കൂടി മുൻപോട്ട് പോയി, കരിക്കൻകാരുടെ റബ്ബർ തോട്ടത്തിൽ. അലീന അന്തം വിട്ടു. അതെന്താ പപ്പ അവിടെ കൊണ്ടുപോയി ഇറക്കിയത്? എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. താൻ ഭയന്നത് ശരി തന്നെയെന്ന് അലീനയ്ക്ക് ബോധ്യമായി. എന്ത് കാര്യങ്ങൾ? അത് ഞങ്ങൾ തമ്മിലുള്ള വിഷയം, നീ അറിയണ്ട. സ്റ്റാൻലി മുൻപോട്ട് നീങ്ങാൻ ഭാവിക്കെ അലീനയുടെ ചോദ്യം വീണ്ടും വന്നു. എന്നെ കാണാൻ വന്നയാളല്ലേ പപ്പ? സ്റ്റാൻലി തെല്ലിടെ സംശയിച്ചു നിന്നു. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. അലീന, 2 കാര്യങ്ങൾ അവനോട് ഞാൻ പറഞ്ഞു. 1, നിന്നെ വിവാഹം കഴിക്കാം എന്നൊരു മോഹം വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. 2, ഇനിമേലിൽ നിന്നെ കാണാനായിട്ട് ഇവിടെ വരരുത്. അതിനുശേഷം അവൻ എൻ്റെ കാറിൽ കയറിയിട്ടില്ല. ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്ന് ഞാൻ പറഞ്ഞു. അവനങ്ങ് നടന്നുപോയി. ഇത്രയുള്ളൂ. സ്റ്റാൻലി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അലീന തൂണിൽ പിടിച്ച് തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നു. അവൾ വിദൂരതയിലേക്ക് നോക്കി. ഏതോ റബ്ബർ തോട്ടത്തിന് നടുവിലെ ടാർ റോഡിലൂടെ മനുവേട്ടൻ തലയും കുനിച്ച് നടന്നു പോകുന്നത് അവൾക്ക് കാണാമായിരുന്നു. കയ്യിലിരുന്ന മൊബൈൽ ഫോണിൽ അവൾ മനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ കാതോട് ചേർത്തു. സ്വിച്ച് ഓഫ് എന്നാണ് കേട്ടത്. 2 തവണ കൂടി അവൾ ശ്രമിച്ചു നോക്കി. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. അലീനയുടെ മിഴികൾ നിറഞ്ഞു. ചുമലിൽ ഒരു ബാഗും തൂക്കി വിജനതയിലൂടെ നടന്നു നീങ്ങുന്നവന്റെ ചിത്രം മാത്രം അവളുടെ കണ്ണുകളെ മായാതെ നിന്നു. സ്റ്റാൻലിയുടെ മുമ്പിലെ ഗ്ലാസ് ടീപ്പോയിലെ കുപ്പി പാതി ഒഴിഞ്ഞിരുന്നു. മുറിയിൽ ഇരുട്ട് വരുന്നപ്പോൾ ആൻ്റപ്പനാണ് ലൈറ്റ് ഇട്ട് കൊടുത്തത്. മോളിപ്പോഴും അവിടെ തന്നെ ഇരിക്കുക, ആൻ്റപ്പൻ വല്ലായ്മയോടെ സ്റ്റാൻലിയോട് പറഞ്ഞു. അതിന് ഞാനെന്ത് വേണം? സ്റ്റാൻലി ആൻ്റപ്പനോട് തട്ടിക്കയറി. ആൻ്റപ്പൻ മുറി വിട്ടുപോയി. ആൻ്റപ്പൻ പോയതിനു ശേഷം സ്റ്റാൻലി എഴുന്നേറ്റ് ജനാലവിരി വകഞ്ഞു മാറ്റി നോക്കി. ബംഗ്ലാവിൻ്റെ നീളൻ വരാന്തയിൽ നിന്ന് മുമ്പോട്ട് തള്ളി നിൽക്കുന്ന സിറ്റൗട്ടിൽ ഒരു കോണിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കസേരയിൽ അലീന ഇരിക്കുന്നത് കാണാമായിരുന്നു. സ്റ്റാൻലി മനുവിനെ കൊണ്ടുവിട്ടിട്ട് മടങ്ങി വന്ന് അവളോട് സംസാരിച്ച ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇതിനകം തന്നെ സ്റ്റാൻലി 3 തവണ ജനാലവിരി മാറ്റി നോക്കുകയുണ്ടായി. അപ്പോഴെല്ലാം അലീന അവിടെ തന്നെയുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അവതക്കുട്ടിച്ചായൻ മുറിയിലേക്ക് കയറി വന്നു. ആ പെങ്കൊച്ചിന് എന്തു പറ്റിയതാ? മണിക്കൂറെത്രയായി അവിടെ തന്നെ ഇരിപ്പ് തുടങ്ങിയിട്ട്? ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു മിണ്ടാട്ടവുമില്ല. പിണങ്ങിയിരിക്കുവാണല്ലോ. അവിടെ ഇരുന്നോട്ടെ. അപ്പച്ചൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കൊണ്ടുപോയി തലയിടുന്നേ? നീ അവളെ വഴക്കു വല്ലതും പറഞ്ഞോ ലാലിച്ച? വഴക്കല്ല, കാര്യം പറഞ്ഞു. അതവൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എന്താ നീ പറഞ്ഞത്? കൊല്ലപ്പള്ളി കൈതക്കലെ ആ ചെക്കനുമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നും അവൻ ഇനി ഇവിടെ വരാൻ പാടില്ലെന്നും. നീ വെട്ടൊന്ന് മുറിയണ്ട് എന്ന മട്ടിൽ പറഞ്ഞു കാണും. ഇതൊക്കെ ഒരു നയത്തിൽ വേണ്ടേ പറയാൻ ലാലിച്ച? ഇതിലൊക്കെ എന്തിനാ നയവും മയവും? ഉള്ള കാര്യം പറയുക, അത്ര തന്നെ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ. മറ്റെന്ത് സംഗതിക്കും ആവശ്യത്തിലധികം ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെയല്ലല്ലോ വഴക്ക് പറഞ്ഞത്, അവനോടാണ് പറഞ്ഞത് മേലിൽ ഇവിടെ വരരുതെന്ന്. അതായിപ്പം നന്നായത്. അവളോട് പറഞ്ഞാലും വേണ്ടിയില്ലായിരുന്നു. നിനക്കിത് ആ ചെക്കനോട് പറയാൻ കൊള്ളാമോ? പറഞ്ഞാൽ എന്താ? അവൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ആ ബന്ധവും നമുക്ക് വേണ്ട. ഇത് മുഖത്തു നോക്കി പറയാൻ ഞാൻ ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുക്കണം? എടാ ലാലിച്ച, ഇതിപ്പം അവളെ കാണാൻ വന്നയാളെ നീ അപമാനിച്ചു വിട്ടതുപോലെ ആയില്ലേ? അപമാനിച്ചിട്ടൊന്നുമില്ല, അതവനറിയാം. നീ അവനെ റബ്ബർ കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടോ എന്നാര് പറഞ്ഞു? അപ്പോൾ ചോദ്യം പറച്ചിലും വിശദീകരണവും ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ, ഇങ്ങനെയൊരു ആരോപണം വരുമെന്ന്. കാറിൽ കയറാൻ അവനെ ഞാൻ നിർബന്ധിച്ചതാ. കൊണ്ടുവിടാമെന്നും പറഞ്ഞു. കേറാതെ പോയത് അവൻ്റെ അഹങ്കാരം. ഓ എൻ്റെ ലാലിച്ച, നിന്നോട് പറയുന്നതിനേക്കാൾ ഭേദം വല്ല പോത്തിൻ്റെയും ചെവിയിൽ. അത്രയും പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി മുഖം വെട്ടിത്തിരിച്ച് രൂക്ഷമായി അവതക്കുട്ടിച്ചായനെ നോക്കി. അവതക്കുട്ടിച്ചായൻ പിന്നെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. വോൾ ക്ലോക്കിൽ മണി 8 അടിക്കുന്നത് വരെ സ്റ്റാൻലി പുകവലിച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു. പിന്നെ സിറ്റൗട്ടിലേക്ക് ചെന്നു. അലീന കസേരയിൽ ചാരിയിരിപ്പുണ്ട്. അവളുടെ കാൽച്ചുവട്ടിൽ 2 നായ്ക്കളും വല്ലായ്മയോടെ കിടന്നു. സ്റ്റാൻലി അരികെ ചെന്നപ്പോൾ നായ്ക്കൾ തലപൊക്കി നോക്കി കണ്ണു ചിമ്മി. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? കുറെ നേരമായല്ലോ, സ്റ്റാൻലി പാരുഷ്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, അലീന മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ അകത്തു പോയിരിക്കരുതോ? ഇവിടെ ഇങ്ങനെ പാതിരാവരെ നോക്കൂത്തി പോലെ ഇരിക്കാമെന്ന് എവിടെയെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടോ? ഞാൻ എണീറ്റ് പോയിക്കോളാം. എന്നാൽ പോ. നേരം എത്രയായെന്ന വിചാരം? അലീന തൂണിൽ പിടിച്ച് എഴുന്നേറ്റു. സ്റ്റാൻലി പിടിക്കാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു. വേണ്ട, പിടിക്കണ്ട. അവൾ പ്ലാസ്റ്ററിട്ട കാൽ നിലത്ത് പതിയെ കുത്തി നടക്കാൻ ശ്രമിച്ചു. അഹങ്കാരം കാണിക്കരുത് അലീന. സ്റ്റാൻലി അവളുടെ തോളിലൂടെ ഒരു കൈയിട്ടു.
അലീനയുടെ ഒരു കൈ തൻ്റെ ചുമലിലും പിടിപ്പിച്ചു. അയാൾ തന്നെ അവളെ താങ്ങി നടത്തി ബെഡ്റൂമിലെത്തിച്ചു. കിടക്കയിലിരുത്തി. അവൾ കൈകൾ മടിയിൽ വെച്ച് അതിലേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പൗലോസിനോട് പറയാം. വേണ്ട. സ്റ്റാലി പോകാനായി 2 ചുവട് നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ ഇങ്ങനെ മുഖംവീർപ്പിച്ചോണ്ടിരിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? ആരോടാ നിന്റെ വാശിയും ദേഷ്യവും? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അലീന അന്താളിച്ച് മുഖമുയർത്തി നോക്കി. പപ്പയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ദേഷ്യം. അലീന, അവനിവിടെ വരുന്നതും നിന്നെ കാണുന്നതും സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ ഞാനത് തുറന്നു പറയണ്ടേ? മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ മതിയോ? ആ ഫാമിലിയുമായുള്ള യാതൊരു ബന്ധവും എനിക്കിഷ്ടമല്ല. അതുമാത്രമല്ല, മേനോന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നതും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. മേനോൻ വേണമെങ്കിൽ വല്ലപ്പോഴും വന്നു പോയിക്കോട്ടെ. അയാളാണല്ലോ നിന്നെ ഇവിടെ എത്തിച്ചത്. അലീന ഉള്ളം കൈയിലേക്ക് നെറ്റി താങ്ങി പെട്ടെന്ന് കുനിഞ്ഞിരുന്നു. നീ ചെല്ലുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നത് കേൾക്കാമല്ലോ. ക്ഷമ വേണം, അച്ചടക്കം വേണം, തേങ്ങാക്കുല വേണമെന്നൊക്കെ. നിനക്ക് അതൊന്നും വേണ്ടേ? പ്രസംഗിക്കുന്നവർക്ക് അതൊന്നും പ്രവൃത്തിയിൽ വേണ്ടെന്നാണോ? ഞാനിതുവരെ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ആ മനുഷ്യങ്കൻ്റെ അടുത്ത് 2 കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അലീന അവളുടെ കണ്ണ് തുടയ്ക്കുന്നത് കണ്ടതോടെ അയാൾ വേഗം മുറിവിട്ടിറങ്ങി. കോറിഡോറിലൂടെ 4-5 ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും അവതക്കുട്ടിച്ചാനെത്തി. എന്താ ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ. എനിക്കെന്താ ഉറക്കെ സംസാരിച്ചുകൂടെ? എൻ്റെ വീടാ ഇത്. ഇവിടെ എനിക്കിഷ്ടമില്ലാത്തവർ വരരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഷെടാ, അതിന് നീ എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇറങ്ങി പോകണോ ഇവിടുന്ന്? ഞാൻ പോയേക്കാം. അവതക്കുട്ടിച്ചാൻ അലീനയുടെ മുറിയുടെ വാതിക്കൽ ചെന്ന് നോക്കി. അലീന കൈത്തലത്തിൽ നെറ്റി താങ്ങി കട്ടിലിൽ ഇരിപ്പുണ്ട്. സ്റ്റാൻലി നടത്തം നിർത്തി ദയിപ്പിക്കും വിധം അവതക്കുട്ടിച്ചാനെ നോക്കി. ഇവിടെന്താ കാര്യം? ഓഹ്, ഞാൻ പോയിക്കോളാം. നിങ്ങൾ അപ്പനും മോളും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്. അവതക്കുട്ടിച്ചാൻ അവിടെ നിന്നും പോയി. സ്റ്റാൻലി വീണ്ടും നടപ്പ് തുടർന്നു. വാതിക്കൽ ചെന്ന് അല്പസമയം അലീനയെ നോക്കിയിരുന്നു. പിന്നെ മുറിക്കുള്ളിലേക്ക് കയറി. കട്ടിലിനരികിൽ അല്പസമയം ചുറ്റിപ്പറ്റി നടന്ന ശേഷം അലീനയുടെ അടുത്തായി ഇരുന്നു. പതിയെ പാളി നോക്കി. കരച്ചിലൊന്നുമില്ല, എങ്കിലും കണ്ണീര് വരുന്നുണ്ട്. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, സ്റ്റാൻലി മയത്തിൽ സംസാരിച്ചു. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണ്ടേ? അയാൾ അവളുടെ മടിയിലിരുന്ന കൈത്തണ്ടയിൽ മൃദുവായി പിടിച്ചു. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അലീന, നീ ഇപ്പോൾ പഴയ അനാഥ പെൺകുട്ടിയല്ല. അയാൾ അല്പം ബലം പ്രയോഗിച്ച് അവളുടെ കൈത്തലം പിടിച്ചടക്കി. കൊട്ടാരമറ്റത്ത് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് നീ. പ്രായവും പക്വതയുമുള്ള. അവൾ പെട്ടെന്ന് മുഖമുയർത്തി അയാളെ നോക്കി. എന്നിട്ട് വിങ്ങിക്കരഞ്ഞു. പപ്പ എന്നോട് മിണ്ടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനാ? വേണ്ട, പപ്പ എന്നോട് മിണ്ടണ്ട. സ്റ്റാൻലി ഒരു നിമിഷം അത്ഭുതത്തോടെ അലീനയെ നോക്കി. അത് അലീനയൊന്നുമല്ല. പ്രായപൂർത്തി വന്ന് പക്വത ആർജിച്ച യുവതിയല്ല. 6-7 വയസ്സു മാത്രം പ്രായമുള്ള ബാലിക. ഏതോ കളിപ്പാട്ടം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞതിന് പപ്പയുടെ വഴക്കു കേട്ട് പിണങ്ങിക്കരുന്ന കൊച്ചുകുട്ടി. എവിടെ നിന്നോ ഒരലിവും വാത്സല്യവും കൊഞ്ചലും അയാളുടെ നെഞ്ചിലും ഊറിക്കൂടി. അവളുടെ തോളത്തുകൂടി കൈയിട്ട് അവളുടെ ശിരസിലേക്ക് തല മുട്ടിച്ചുകൊണ്ട് അയാൾ സാന്ത്വനിപ്പിച്ചു. പോട്ടെ, സാരമില്ല. ഇത്രയും ചെറിയ കുട്ടിയാണെന്നൊന്നും പപ്പയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. പപ്പ കരുതി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് 4 ഡയലോഗ് പറയുമെന്ന്. അലീനയുടെ തേങ്ങലുകൾ ശമിക്കുന്നതുവരെ അവർ അങ്ങനെ തന്നെയിരുന്നു. ഒടുവിൽ അലീന പുതപ്പ് വലിച്ചെടുത്ത് കണ്ണും കവിളും തുടച്ചു. അവൾക്ക് ആശ്വാസമായെന്ന് കണ്ടപ്പോൾ സ്റ്റാൻലി പതുക്കെ വിഷയത്തിലേക്ക് കടന്നു. അലീന, നമുക്ക് ആ ഫാമിലിയുമായി യാതൊരു ബന്ധവും വേണ്ട മോളെ. അത് കൊള്ളാത്ത കുടുംബമാണ്. അവർക്ക് ഏത് ദുഷ്ടപ്രവൃത്തി ചെയ്യാനും മടിയില്ല. നിന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക്. നിന്നെ അവരല്ലേ അനാഥാലയത്തിൽ കൊണ്ടു തള്ളിയത്? അലീന മുഖം ചെരിച്ച് സ്റ്റാൻലിയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അങ്ങനെയുടെ ക്രൂരത കൊട്ടാരമറ്റം തറവാട്ടുകാരൻ നടത്തിയിട്ടുണ്ടല്ലോ. റാണിയാരുടെ മോളെ ആരാ ഓർഫനേജിൽ ഉപേക്ഷിച്ചത്? അതുപോലാണോ ഇത്? ഓർഫനേജിൽ ഏൽപ്പിച്ചെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ഷെറിൻ പോയി കാണുന്നുണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? 23 വർഷം നിന്നെ ജീവനോടെ കുഴിച്ചു മൂടി, നിന്നെ പ്രസവിച്ച അമ്മയടക്കം. അപ്പോൾ അലീന പറഞ്ഞു, ഇല്ല, അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പപ്പയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, പപ്പ എവിടെയായിരുന്നു കഴിഞ്ഞ 23 വർഷം? അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പപ്പയ്ക്ക് അറിയായിരുന്നില്ലേ? അത് പപ്പയുടെ കുട്ടിയാണെന്നും അറിയായിരുന്നില്ലേ? എന്നിട്ട് പപ്പ അന്വേഷിച്ചോ? അമ്മ അതിനെ പ്രസവിച്ചോ? അത് ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയാണ് ആ കുഞ്ഞ്? ആ ചോദ്യത്തിന് മുൻപിൽ സ്റ്റാൻലി ഒന്ന് പതറി.
ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.